നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇ പേയ്മെൻറ്റ് സിസ്റ്റം ആണ്. അപ്പോൾ വാട്ട് ഈസ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇ പേയ്മെൻറ്റ് മീൻസ് ഇലക്ട്രോണിക് പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഇ കൊമേഴ്സിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് നമ്മൾ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ അക്സെപ്റ്റൻസ് ഓഫ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ഫോർ ഓൺലൈൻ ട്രാൻസാക്ഷൻസ്. ഇലക്ട്രോണിക് പേയ്മെൻറ്റ് മീൻസ് എന്താണ് ഇനി ഇലക്ട്രോണിക് പേയ്മെൻറ്റ് എന്നുള്ളതാണ് നിങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇറ്റ് മീൻസ് പേപ്പർലെസ് മോണിറ്ററി ട്രാൻസാക്ഷൻ, അതായത് പേപ്പർ അല്ലാത്ത രീതിയിലുള്ള ഇലക്ട്രോണിക് മീൻസ് വഴി ഇലക്ട്രോണിക് ഡിവൈസസ് വഴി നമ്മൾ ഫണ്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പേയ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ഓർ ഇ പേയ്മെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സിസ്റ്റം ഓഫ് പേയിങ് ഓഫ് ഫോർ ഗുഡ്സ് ഓർ സർവീസസ് ഇലക്ട്രോണിക്കലി ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ക്യാഷ് ഓർ ചെക്ക്. അത് ചെക്ക് എന്നാണ് സ്പെല്ലിങ്, നിങ്ങളും ശ്രദ്ധിക്കുക, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ക്യാഷോ ചെക്കോ അല്ലാതെ നമ്മൾ ഇലക്ട്രോണിക് മീൻസ് വഴി ഡിജിറ്റലായിട്ട് നമ്മൾ ക്യാഷ് ഓഫ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള പേയ്മെൻറ്റ് സിസ്റ്റത്തിന് നമുക്ക് ഈ പേയ്മെൻറ്റ് സിസ്റ്റം ഈ ട്രാൻസ്ഫർ എന്ന് പറയാവുന്നതാണ്. ഇത് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് നമ്മൾ ഇപ്പം ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ പലതരത്തിലുള്ള ഈ പേയ്മെൻറ്റ് സിസ്റ്റംസ് ഉണ്ട്. അതായത് കസ്റ്റമേഴ്സിന് സ്യൂട്ടബിളായിട്ട് അവരെ ക്യാഷ് സേഫായിട്ട് കൺവീനിയൻ്റ് ആയിട്ട് സെറ്റിൽമെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പേയ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. ആൻഡ് അതിൽ കൂടുതലായിട്ടും ഉണ്ടായിരിക്കുക നമ്മൾ ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ്, പിന്നെ ഇലക്ട്രോണിക് ചെക്കുകൾ ഓർ ഡിജിറ്റൽ ക്യാഷ് ഓതറൈസ്ഡ് ഇഷ്യൂഡ് ബൈ ബാങ്ക്സ്, അതായത് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിജിറ്റൽ ക്യാഷും അതുപോലെ തന്നെ ഡിജിറ്റൽ നമ്പേഴ്സ് ഉള്ള ചെക്കുകളും ഒക്കെയാണ് നമ്മൾ ഇത്തരത്തിൽ ഇലക്ട്രോണിക് ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് അറിയാമല്ലോ, ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പേഴ്സ് അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് നമ്പേഴ്സൊക്കെ ഇതിനു വേണ്ടി നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്യാഷ് അല്ലാതെ നമ്മൾ കൈവശം വയ്ക്കാത്ത രീതിയിലുള്ള ഇലക്ട്രോണിക് ട്രാൻസ്ഫറിനെ എല്ലാം നമുക്ക് ഈ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയാം. ഇനി അതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ദറ്റ് ഈസ് ഫസ്റ്റ് വൺ വരുന്നത് ഹൈ സ്പീഡാണ്. ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം ഈസ് വെരി ഫാസ്റ്റ്. ഇറ്റ് ടേക്സ് ഫ്യൂ മിനിറ്റ്സ് ഫോർ മോണിറ്ററി ട്രാൻസ്ഫർ ബിറ്റ്വീൻ ടു അക്കൗണ്ട്സ്. ശരിയാണ്, രണ്ട് അക്കൗണ്ടുകൾ തമ്മിലുള്ള ഒരു ക്യാഷിൻ്റെ ട്രാൻസാക്ഷനെയാണ് നമ്മൾ കൂടുതൽ ഈ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു പേഴ്സൺ, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കൺട്രിയുടെ ഏതെങ്കിലും ഒരു പാർട്ട് ഓഫ് വേൾഡ് സൈഡിലിരിക്കുകയാണെങ്കിൽ മറ്റൊരു സൈഡിലുള്ള വ്യക്തിക്ക് വേണ്ടി നമുക്ക് ക്യാഷ് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത് വരുന്നത് റിഡ്യൂസ്ഡ് ഓപ്പറേഷണൽ ആൻഡ് പ്രോസസ്സിംഗ് കോസ്റ്റാണ്. ഈ പേയ്മെൻറ്റ് സിസ്റ്റം നീഡ്സ് ലെസ് ഓപ്പറേഷണൽ ആൻഡ് പ്രോസസ്സിംഗ് കോസ്റ്റ് കമ്പയർഡ് ടു ട്രഡീഷണൽ പേയ്മെൻറ്റ് സിസ്റ്റം. പണ്ടത്തെ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഫണ്ട് അയക്കുക, അല്ലെങ്കിൽ ബാങ്കിൽ നേരിട്ട് ചെന്ന് ചെക്ക് അല്ലെങ്കിൽ എന്താണ് ഡെപ്പോസിറ്റ് പേയ്മെൻറ്റ് ഡി ഡി ഒക്കെ എഴുതി ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ കുറേ പണിയുള്ള പ്രോസസ്സാണ്. ഇപ്പോൾ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ കയ്യിലെടുത്ത് നമുക്ക് ഒരു UPI കോഡൊക്കെ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ഭാവിയിൽ അങ്ങനെ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ അത് പിന്നീട് പഠിക്കും. അപ്പോൾ ആ കോഡ്, ആ പിൻ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബെനിഫിഷ്യറി അക്കൗണ്ടൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിൽ ഓൾറെഡി നമുക്ക് സേവ് ചെയ്തിടാം ആ ഒരു അക്കൗണ്ട്. അപ്പോൾ അതിലേക്ക് ഈസി ആയിട്ട് നമ്മുടെ അക്കൗണ്ടിന് ഒരു പിൻ നമ്പർ ഉണ്ടായിരിക്കും. അത് അടിച്ചു കഴിഞ്ഞാൽ എത്രയാണ് എമൗണ്ട്, എന്താണ് പർപ്പസ് എന്നൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ വിത്തിൻ 5 മിനിറ്റ്സ് നമുക്ക് ആ ഫണ്ട് മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഓപ്പറേഷണൽ ആൻഡ് പ്രോസസ്സിംഗ് കോസ്റ്റൊക്കെ ഇവിടെ റെഡ്യൂസ് ആണ്. വേറെ കോസ്റ്റ് ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈസിയാണ്. പേയ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് അറ്റ് എനി ടൈം എനിവേർ. ദ ഓൺലി ഫെസിലിറ്റീസ് ടു ഇൻ്റർനെറ്റ് ആക്സസിബിലിറ്റി. എവിടെ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും ആവശ്യകതയായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഫെസിലിറ്റിയുള്ള സ്പീഡായിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ പറയുന്നത് റെഡ്യൂസ് ദ പ്രോബ്ലംസ് ഓഫ് ബാഡ് ഡെറ്റ് ആൻഡ് ഓവർ ഡ്യൂ പേയ്മെൻറ്റ്സ്. ഈ പേയ്മെൻറ്റ് സിസ്റ്റം ഫാസ്റ്റൻസ് ദ കളക്ഷൻ ഓഫ് പേയ്മെൻറ്റ് ആൻഡ് റെഡ്യൂസ് ദ പ്രോബ്ലം ഓഫ് ബാഡ് ഡെറ്റ് ആൻഡ് ഡിലേഡ് പേയ്മെൻറ്റ്സ്. നേരം വൈകിയുള്ള പേയ്മെൻറ്റ്, അതുപോലത്തെ കൂടുതൽ കടങ്ങൾ ഉണ്ടാവുക, അതൊക്കെ നമുക്ക് ഈ ബാഡ് ഡെറ്റ്സ്, അതായത് നമുക്ക് കിട്ടാക്കടമൊക്കെ ഉണ്ടാവുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവഴി ഈ പേയ്മെൻറ്റ് വഴി റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് ക്യാഷ് കളക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് വന്നു കഴിഞ്ഞാൽ അത്രയും ആ സമയത്ത് തന്നെ നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നു. ഇൻ കേസ് മറ്റ് പഴയ രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് ബാങ്കിൽ ചെന്ന് അത് ഇട്ട് പിന്നെ നമ്മുടെ ബാങ്ക് ക്ലിയർ ചെയ്ത് അതിന് ശേഷമേ നമുക്ക് ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് ആ ഒരു റിസീവറിൻ്റെ ബാങ്കിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അത്രയും ഡിലേ നമ്മുടെ കാര്യങ്ങളിലൊക്കെ അവിടെ സംഭവിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഈ പേയ്മെൻറ്റ് സിസ്റ്റം വഴിയാണെങ്കിൽ അതൊക്കെ ഫാസ്റ്റായിട്ട് നടക്കാനായിട്ടുള്ള സാധ്യതയാണ് ഇവിടെ ഉള്ളത്. വിസിബിലിറ്റി ഓഫ് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ആണ് എടുത്തത്. The buyer as well as the seller can easily understand the status of payment in an e-payment system.
അതായത് നമുക്ക് ബയ്യറിനും അതുപോലെ തന്നെ സെല്ലറിനും നമ്മൾ ഇപ്പോൾ പേ ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ്റെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, അത് പ്രോസസ്സിങ്ങിലാണ്, അതോ അത് സെൻറ്ററിൻ്റെ കയ്യിൽ എത്തിയോ, ഈ 3 സ്റ്റേജസിൽ ഏത് സ്റ്റേജിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ആ ട്രാൻസാക്ഷൻ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റു വ്യക്തിയുടെ, അപ്പോൾ നമ്മൾ റിസീവറുടെ കയ്യിൽ നമ്മൾ സെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ക്യാഷ് എത്തിയിട്ടില്ലെങ്കിൽ അത് പ്രോസസ്സിങ്ങിലാണെന്ന് അവിടെ കാണിക്കും. നമ്മൾ പേയ്മെൻറ്റ് ആപ്പ് ഏതാണോ ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ പർട്ടിക്കുലറായിട്ട് കാണിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഈ പേയ്മെൻറ്റ് സ്റ്റാറ്റസിൻ്റെ വിസിബിലിറ്റി, ആൾക്ക് കിട്ടിയോ കിട്ടിയില്ലേ, അതായത് സെൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി സെൻറ്റ് എന്ന് കാണിക്കും, സക്സസ്ഫുള്ളി പെയ്ഡ് എന്നുള്ള മെസ്സേജ് വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് കറക്റ്റായോ എന്ന് മനസ്സിലാക്കാനായിട്ടുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ് പറഞ്ഞ ഈസി മോണിറ്ററിംഗ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ്. ദ ഗവൺമെൻറ് ആൻഡ് അതർ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് ക്യാൻ ഈസിലി മോണിറ്റർ ട്രാൻസാക്ഷൻസ് ഇൻ economy is a system of payment. This helps to reduce the circulation of black money and tax evasion. അതായത് നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക്, ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായാലും ക്യാഷ് ട്രാൻസാക്ഷൻസ് നിരീക്ഷിക്കാനായിട്ട് ഈ പേയ്മെൻറ്റ് വഴി സാധിക്കുന്നു എന്നുള്ളതാണ്. പർട്ടിക്കുലർ ഒരു സോഫ്റ്റ്വെയർ വഴി നമുക്ക് ഏതൊക്കെ മേഖലകളിൽ നിന്ന് ഏതൊക്കെ ബ്രാഞ്ചസിലേക്കുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ് പോകുന്നത്, അനധികൃതമായിട്ട് ഇപ്പം ഒരു ലിമിറ്റിൽ കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ അവരെ നിരീക്ഷിക്കാനും, അവർ ഇൻകം ടാക്സ് വെട്ടിച്ചിട്ട് ഇനിയിപ്പം കള്ളപ്പണം ഒഴുക്കുന്നുണ്ടോ, ദാറ്റ്സ് ബ്ലാക്ക് മണി, അല്ലെങ്കിൽ ടാക്സ് വെട്ടിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ടാക്സ് ഇവേഷൻ ഒക്കെയാണ്. കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ അത് കുറച്ച് കാണിക്കുക എന്നൊക്കെ പറയും, അതിനാണ് ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ച് ട്രാൻസാക്ഷൻസ് ഒക്കെ ആർക്കൊക്കെയാണ് അയച്ചിരിക്കുന്നത് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ പേയ്മെൻറ്റ് സിസ്റ്റം വഴിയാണ് ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ട്രാൻസ്പെറൻസിയാണ്. ഈ പേയ്മെൻറ്റ് ബ്രിങ്സ് മോർ ട്രാൻസ്പെറൻസി ഇൻ ഫിനാൻഷ്യൽ ഡീലിങ്സ് ഇൻ എ കൺട്രി. കൂടുതൽ സുതാര്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ്സ് ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇത് ഇപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജസ് ആണ് കണ്ടത്, ഇനി ഇതിന് കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബട്ട് അതർ ഡിസഡ്വാൻറ്റേജസ് ഓർ ലിമിറ്റേഷൻസ്. സെക്യൂരിറ്റി ത്രെഡ്സ് ആൻഡ് ഹാക്കിംഗ്. ഈ പേയ്മെൻറ്റ് സിസ്റ്റം ആർ സബ്ജക്റ്റഡ് ടു മെനി സെക്യൂരിറ്റി ത്രെഡ്സ് ആൻഡ് ഹാക്കിംഗ്. അതായത് നമ്മൾ ഇത്രയൊക്കെ സെക്യൂർഡ് ആണെന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പ് ഹോൾ അതിലുണ്ടായിരിക്കുന്നുള്ളതാണ്. ഈ ഹാക്കേഴ്സ് എപ്പോഴും നമ്മുടെ അക്കൗണ്ട് നമ്പറും നമ്മുടെ ആ ഒരു അക്കൗണ്ടിലുള്ള പൈസയൊക്കെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇനി ഈ പേയ്മെൻറ്റ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ് നമ്പർ ആൻഡ് അതർ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഓഫ് യൂസേഴ്സ് ആർ എക്സ്പോസ്ഡ് ഓഫ് ഇൻ്റർനെറ്റ്. അപ്പോൾ ഇൻ്റർനെറ്റിൽ ഓൾറെഡി അത് സേവ്ഡ് ആയതുകൊണ്ട് അത് ഹാക്ക് ചെയ്യാവുന്ന അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ആ ഒരു കാർഡ് നമ്പർ അതിൽ സേവ്ഡ് ആയിരിക്കും. നമ്മൾ ഓരോ വട്ടം അടിക്കുന്നതും അവർക്കത് ഹാക്ക് ചെയ്തെടുത്ത് അതിലെ പണം തട്ടാനുള്ളൊരു അവസരം ഒരുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സൈബർ അറ്റാക്കുകൾ വഴി ഹാക്കേഴ്സ് ഈ ഇൻഫർമേഷൻ, നമ്മൾ അടിക്കുന്ന നമ്മുടെ ഇമെയിൽ ID അടക്കമുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടായാലും നമ്മൾ അടിക്കുന്ന ഓരോ പാസ്വേഡുകളും അവർക്ക് കിട്ടാനും അതുവഴി നമ്മുടെ പണം നഷ്ടപ്പെടാനുമായിട്ടുള്ള ഇപ്പോൾ ഒരുപാട് ഫ്രോഡുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വഴിവെക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻസ്. ഈ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് ആർ സബ്ജക്റ്റഡ് ടു ടൈം ആൻഡ് എമൗണ്ട് റെസ്ട്രിക്ഷൻ ആണ്. For withdrawal of fund transfer, banks usually impose limits on the amount of number of daily transactions. This causes many inconveniences to the users in e-payment. ഇവിടെ റെസ്ട്രിക്ഷൻ എന്തുകൊണ്ടാണ് ലിമിറ്റേഷനായി വരുന്നത് വെച്ചാൽ നമ്മൾക്ക് ഒരു ദിവസം നമ്മുടെ ഒരു അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പോകുന്ന പണത്തിനൊരു ലിമിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു വട്ടം നമുക്ക് 5 വട്ടേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു പെർ ഡേ ഒരു 40,000 മാത്രമേ ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു വ്യക്തിക്ക് ആളുടെ അക്കൗണ്ട് ഡെബിറ്റ് ATM കാർഡ് വെച്ച് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോ ലിമിറ്റുകൾ പല ബാങ്കിൻ്റെ പലതാണ്. അപ്പോൾ ആ ലിമിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ചിലപ്പോൾ അന്നത്തെ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പോയിൻ്റ് ഇവിടെ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ചാൻസസ് ഓഫ് ഫോർജറിയാണ്. ഫോർജറി എന്ന് പറഞ്ഞാൽ കള്ള തരത്തിലുള്ള രേഖകൾ ചമയ്ക്കുക എന്ന് പറയില്ലേ, വ്യാജരേഖ ചമയ്ക്കുക എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. ഇനി ഈ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ വെരിഫിക്കേഷൻ ഓഫ് ദ പാർട്ടീസ് ഇൻവോൾവ് ഈസ് നോട്ട് സ്ട്രിക്ട്ലി പോസിബിൾ ആസ് ഇൻ കേസ് ഓഫ് ഫിസിക്കൽ പേയ്മെൻറ്റ് സിസ്റ്റം. അത് ശരിയാണ്. ഫിസിക്കൽ പേയ്മെൻറ്റ് പോലെ നമ്മൾ നേരിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് ഒരു വ്യക്തി അപ്പോൾ ഒരു ഫേക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയൊക്കെ നമ്മളായിട്ട് ട്രാൻസാക്ഷൻ നടത്തി നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റം തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കാൻ, നമ്മളെ വഞ്ചിച്ച് നമ്മുടെ കയ്യിൽ നിന്നുള്ള പൈസ തട്ടാനുള്ള സാധ്യതകളൊക്കെ നമ്മളൊരു വ്യാജ രേഖ ചമച്ചിട്ട് നമ്മളെ പറ്റിക്കാനുള്ള ചാൻസസ് ഒക്കെ ഇൻ്റർനെറ്റ് വഴി സാധിക്കുന്നു എന്നുള്ളതാണ്. ദിസ് ഗീവ്സ് റൈസ് ടു ചാൻസസ് ഓഫ് ഫോർജറി ഇൻ ഇലക്ട്രോണിക്. അപ്പോൾ ഇലക്ട്രോണിക് പേയ്മെൻറ്റിൽ അത്തരത്തിലുള്ള വ്യാജരേഖ മൂലം നമ്മുടെ പണം നഷ്ടപ്പെടുകയും അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടും കൂടി പറയാവുന്നതാണ്. പിന്നെ പറയുന്നത് സർവീസ് ചാർജ് ആണ്. പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ആൻഡ് ഇ പേയ്മെൻറ്റ് പ്രോസസ് ചാർജ് ആർ ഫീസ് ഫോർ
ഇ പേയ്മെൻറ്റ്സ് ട്രാൻസാക്ഷൻ. ഇപ്പോൾ ഇ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഓരോ ട്രാൻസാക്ഷൻ കഴിഞ്ഞാലും അതിന് പല പല ചാർജസ് അവർ നമ്മളറിയാതെ തന്നെ അതിന് ഈടാക്കുന്നുണ്ട്. അതൊക്കെ കൂടിയിട്ടാണ് നമ്മളൊരു പെർട്ടിക്കുലർ ഗുഡ്സ് വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പൈസ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ ട്രാൻസാക്ഷൻ ചാർജുകൾ അവർ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് അതിൻ്റെ ഒരു നഷ്ടത്തിൽ നമുക്ക് പെടുത്താവുന്നതാണ്. പിന്നെ പറയുന്ന ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടാതെ വരിക, സ്പീഡ് കുറവ്, എഫിഷ്യൻസി കുറവ് എന്നുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓപ്പറേറ്റിംഗ്, അതായത് ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ എഫിഷ്യൻസിയുടെ കുറവൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നതാണ്. നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ നല്ലതില്ലെങ്കിൽ തന്നെ നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ ഒറ്റ പ്രാവശ്യം അത് നടക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. ടൈപ്സ് ഓഫ് ഇ പേയ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഇ പേയ്മെൻറ്റ് സിസ്റ്റം പലതരത്തിലുണ്ട്. അതിൽ വരുന്നതാണ് ഒന്ന് ഡെബിറ്റ് കാർഡ് എന്നുള്ളത്. ആദ്യത്തേതാണ് വരുന്നത് ഡെബിറ്റ് കാർഡ്. അപ്പം ഈ ടോപ്പിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സംഭവം സിമ്പിളാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. എന്നിരുന്നാലും നമ്മളത് ശ്രദ്ധിച്ച് നോക്കാം. അപ്പോൾ എന്താണ് ഡെബിറ്റ് കാർഡ് എന്നുള്ളതാണ്. അവിടെ ഒരു ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് ഫിഗർ 3.1. അത് നോക്കുക നിങ്ങൾ. ഡെബിറ്റ് കാർഡ് ഈസ് എ സ്മോൾ പ്ലാസ്റ്റിക് കാർഡ് വിത്ത് എ യുണീക്ക് നമ്പർ ഇഷ്യൂഡ് ബൈ ദ ബാങ്ക് ടു ദ കസ്റ്റമർ. ശരിയാണ്, നമുക്ക് ഒരുപാട് പേർക്ക് ഇപ്പം ഒരുവിധം എല്ലാവർക്കും നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതൊരു പ്ലാസ്റ്റിക് കാർഡാണ്. അതിനൊരു പ്രത്യേക 16 അക്കമായിട്ടുള്ള യുണീക്ക് നമ്പർ, അതായത് ഒന്നിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമായിട്ടുള്ള, എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് യുണീക്ക് നമ്പർ എന്ന് പറയുമ്പോൾ. അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നമ്പർ അനുസരിച്ചാണ് ഓരോ ഡെബിറ്റ് കാർഡും ഇഷ്യൂ ചെയ്യുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് ദ യുണീക്ക് നമ്പർ 16 ഡിജിറ്റ്സ് ഓഫ് ദ ഡെബിറ്റ് കാർഡ് ഈസ് റിക്വയർഡ് ഇൻ ഇ പേയ്മെൻറ്റ്. അപ്പോൾ ഇ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഈ 16 നമ്പറുള്ള ഈ പറഞ്ഞിരിക്കുന്ന ഡെബിറ്റ് കാർഡ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഇൻ ഓർഡർ ടു മേക്ക് പർച്ചേസ് ബൈ മീൻസ് ഓഫ് ഡെബിറ്റ് കാർഡ് ദ കാർഡ് ഹോൾഡർ ഹാസ് ടു മെയിൻറ്റെയിൻ സഫിഷ്യൻറ്റ് ബാലൻസ് ഇൻ ഹിസ് അക്കൗണ്ട്. ഈ ഡെബിറ്റ് കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കാർഡ് വെച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുക, ഏതെങ്കിലും ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ കാർഡിൽ നിശ്ചിതമായിട്ടുള്ള ഒരു എമൗണ്ട് എപ്പോഴും മിനിമം ബാലൻസ് ആയിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ഹിം ടു അണ്ടർടേക്ക് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ഓവർ ആൻഡ് അബവ് ദ ഡിപ്പോസിറ്റ്സ്. അപ്പോൾ അതിലുള്ള ബാലൻസിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഒരു പർച്ചേസും നടത്താനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ 300 രൂപയാണ് നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ട് ആ ഡെബിറ്റ് കാർഡിലുള്ളതെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു എമൗണ്ട്, ഇപ്പോൾ 400 രൂപയുടെ ഒരു ഐറ്റം നമുക്ക് ആ ഡെബിറ്റ് കാർഡ് വെച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിവരം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ പറയുന്നത് amount paid through the debit card will be deducted from the deposit account of the debit card holder. അതായത് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഫണ്ട് അയക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ എമൗണ്ട് നമ്മുടെ ഡെബിറ്റ് കാർഡിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നതാണ്. അതായത് എമൗണ്ട് പേ ചെയ്യുന്ന ഒരു എമൗണ്ട് നമ്മുടെ കാർഡിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ 300 രൂപയുടെ ഒരു ഐറ്റം നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ 1000 രൂപയാണ് നമ്മുടെ ഡെബിറ്റ് കാർഡിലുണ്ടെങ്കിൽ ആ 300 രൂപ അതിൽ നിന്ന് ആ പേയ്മെൻറ്റ് കഴിയുമ്പോൾ ഡിഡക്റ്റ് ചെയ്ത് ബാക്കി 700 രൂപയാകും എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് പറയാവുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഡെബിറ്റ് കാർഡ് വെച്ച് നമുക്ക് എപ്പോഴും ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണെന്നാണ്. പിന്നെ ഈ പേയ്മെൻറ്റ് വെച്ചിട്ടുള്ള ഡെബിറ്റ് കാർഡ് വെച്ചിട്ടുള്ള പേയ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എങ്കിലും നമുക്ക് അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഒരു സ്റ്റെപ്പുകൾ നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ സ്റ്റെപ്പുകൾ. ആദ്യത്തേത് നോക്കാം. എ കസ്റ്റമർ ഓർ ഡെബിറ്റ് കാർഡ് ഹോൾഡർ പർച്ചേസസ് ദ ഗുഡ്സ് ഫ്രം എ പോയിൻ്റ് ഓഫ് സെയിൽ. പോയിൻ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത് നമ്മൾ പൈസ കൊടുക്കാൻ നിൽക്കുന്ന ഒരു പർച്ചേസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പൈസ കൊടുക്കുന്ന ഒരു കൗണ്ടർ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ കൗണ്ടറിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പോയിൻ്റ് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ. എവിടെയാണോ നമുക്ക് സെയിൽ ചെയ്യപ്പെടുന്നത് ആ സെയിൽ ചെയ്യപ്പെടുന്ന ഒരു സ്ഥലത്തിനെയാണ് പറയുന്നത് POS, ദാറ്റ് ഈസ് പോയിൻ്റ് ഓഫ് സെയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പോയിൻ്റ് ഓഫ് സെയിലിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ കാർഡ് ഹോൾഡർ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത്. ഇനി രണ്ടാമത്തെ വരുന്നത് ദ കസ്റ്റമർ ഇനിഷ്യേറ്റ്സ് ദ പേയ്മെൻറ്റ് ഓഫ് പർച്ചേസ് ത്രൂ ഹിറ്റ്സ് ഓർ ഡെബിറ്റ് കാർഡ് ആൻഡ് സ്വൈപ്സ് ദ കാർഡ് ഇൻ ദ മെഷീൻ അറ്റ് ദ പോയിൻ്റ് ഓഫ് സെയിൽ ആൻഡ് എൻറ്റേഴ്സ് ദ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് ഐറ്റം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന കാർഡ് അവിടെ സെല്ലറുടെ കയ്യിലൊരു മെഷീൻ കണ്ടിട്ടില്ലേ നിങ്ങൾ, ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഒക്കെ ഇടാൻ പറ്റുന്നൊരു സ്വൈപ്പിംഗ് മെഷീൻ, ആ മെഷീനിലേക്ക് നമ്മുടെ ഡെബിറ്റ് കാർഡ് ഇടുന്നു എന്നുള്ളതാണ്. സ്വൈപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം അവിടെ ഒരു സ്ക്രീൻ തെളിഞ്ഞു വരും ഇല്ലേ, എൻറ്റർ ദ പിൻ എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ എൻറ്റർ ദ പിൻ എന്നുള്ള സ്ക്രീനിൽ നമുക്കൊരു പർട്ടിക്കുലർ ഓരോ ഡെബിറ്റ് കാർഡിനും നമ്മൾ മാത്രം അറിയേണ്ടതായിട്ടുള്ള ഒരു 4 അക്ക നമ്പർ പിൻ ഉണ്ടായിരിക്കും. ആ പിൻ നമ്പറാണ് അവിടെ നമ്മൾ രണ്ടാമതായിട്ട് അടിച്ചു കൊടുക്കേണ്ടത്. നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത് ദ മെഷീൻ റീഡ്സ് ദ മാഗ്നറ്റിക് സ്ട്രിപ്പ് ഓൺ ദ ബാക്ക് ഓഫ് ദ കാർഡ്
and transmit the data to a card processing network such as Visa or MasterCard. അതായത് ഈ മെഷീൻ എന്ത് ചെയ്യും, നമ്മൾ ഈ സ്വൈപ്പ് ചെയ്യുമ്പോൾ അതിലൊരു മാഗ്നറ്റിക് സ്ട്രിപ്പ് ഉണ്ടായിരിക്കും. നമ്മളതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ലാസ്റ്റ് ഒരു മാഗ്നറ്റിക് ഒരു ചെറിയ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളൊരു ചെറിയൊരു കാർഡ് പോലെ ഒരു സിമ്മിൻ്റെ പോലെ ഒരു വലിപ്പത്തിലുള്ളൊരു മാഗ്നറ്റിക് സ്ട്രിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും കാർഡിൽ. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന ഡാറ്റാസ്, നമ്മുടെ കാർഡിൻ്റെ ഡാറ്റാസ് ഈ കാർഡ് പ്രോസസ്സ് ചെയ്യുന്ന ആ മെഷീനിലിടുമ്പോൾ അതിൻ്റെ നെറ്റ്വർക്ക് വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് വഴി നെറ്റ്വർക്ക് അതായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത്. അപ്പോൾ സിഗ്നൽ വഴിയാണ് ഇതൊക്കെ ഇവിടെ നടക്കുന്നത്. മാഗ്നറ്റിക് സ്ട്രിപ്പ് ആ മെഷീനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വരുന്ന സിഗ്നൽ ട്രാൻസ്ഫർ വഴി നമ്മുടെ ക്യാഷും അതിലേക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ നാലാമതായിട്ട് നടക്കുന്നത് ദ നെറ്റ്വർക്ക് എൻഷുവേഴ്സ് ദാറ്റ് ദ ട്രാൻസാക്ഷൻ ഡാറ്റ ആർ കറക്റ്റ്ലി ഫോർമാറ്റഡ്. Then it performs a fraud analysis and forwards the information to the bank that issued the debit card. അതായത് ഈ ട്രാൻസാക്ഷൻ അവിടെ ഫോർമാറ്റ് ചെയ്യപ്പെടുകയാണ്. അതായത് നമ്മൾ വെച്ചിരിക്കുന്ന കാർഡ് കറക്റ്റാണോ, അതിലെ പിൻ നമ്പർ കറക്റ്റാണോ, അല്ലെങ്കിൽ അതിൽ ഉള്ള ഡാറ്റാസ് നമ്മളിപ്പോൾ എത്ര എമൗണ്ട് അതിലുണ്ട്, ജെന്യുവിൻ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണോ അത് എന്നുള്ള ഒരു വെരിഫിക്കേഷനൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രോസസ്സിങ്ങിനൊക്കെ നിങ്ങൾ കാണിക്കും. ഈ പിന്ന് കഴിഞ്ഞ പ്രോസസ്സിങ് സ്റ്റെപ്പിൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഏത് ബാങ്കാണോ നമുക്ക് ആ ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ആ ബാങ്കായിട്ടുള്ള ഇൻഫർമേഷൻ കൈമാറ്റമാണ് ആ പ്രോസസ്സിങ് എന്നുള്ള സ്റ്റേജിൽ നടക്കുന്നത്. പിന്നെ അഞ്ചാമത്തതായിട്ട് വരുന്നതാണ് ദ ഇഷ്യൂയിങ് ബാങ്ക് ചെക്സ് ദ വാലിഡിറ്റി ഓഫ് ദ കാർഡ്, കൺഫേംസ് വെദർ ദ ഫണ്ട് ആർ അവൈലബിൾ ഇൻ ദ കാർഡ് ഹോൾഡേഴ്സ് അക്കൗണ്ട് ആൻഡ് ഓതറൈസസ് ദ പേയ്മെൻറ്റ് അക്കോർഡിംഗ്ലി. അപ്പം നമ്മൾക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ബാങ്ക് ചെക്ക് ചെയ്യാണ് ഈ കാർഡിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടോ, അതിൽ കറക്റ്റായിട്ടുള്ള എമൗണ്ട് ഉണ്ടോ, പിന്നെ കാർഡ് ഹോൾഡർ ജെന്യുവിൻ ആണോ, പിൻ കറക്റ്റ് ആണോ, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഈ പേയ്മെൻറ്റ് ജെന്യുവിൻ ആയിട്ടുള്ള പേയ്മെൻ്റ് ആണോ എന്നുള്ളതൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന സെല്ലറിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ കൺഫർമേഷൻ നടക്കുന്നത്. അപ്പോഴാണ് നമ്മൾ സക്സസ്ഫുള്ളി പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ഏറ്റവും അവസാനം, അല്ലെങ്കിൽ അവർക്ക് പേയ്മെൻറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബില്ല് അവസാനം നമ്മൾ വരുന്നത്. ദ ഇഷ്യൂയിങ് ബാങ്ക് ദെൻ ട്രാൻസ്മിറ്റ് ദ പേയ്മെൻറ്റ് ടു ദ സെല്ലേഴ്സ്. അപ്പോൾ അതൊക്കെ കറക്റ്റായി കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് സെല്ലറിൻ്റെ ബാങ്കിലേക്ക് എന്ത് ചെയ്യുന്നു, അതായത് എക്വയറിംഗ് ബാങ്കിലേക്ക് ആ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയാണ് അവസാനമായിട്ട് നടക്കുന്നത്. വിച്ച് ഡെപ്പോസിറ്റ്സ് ദ പേയ്മെൻറ്റ് ടു ദ സെല്ലേഴ്സ് അക്കൗണ്ട്. അപ്പോൾ അതോടുകൂടിയാണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്നത് എന്ത് അവസാനിക്കുന്നത്, ഈ ഡെബിറ്റ് കാർഡിൻ്റെ ആ ഒരു പ്രോസസ്സ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണുള്ളത്. ഈസിലി അവൈലബിൾ ആണ്. ഡെബിറ്റ് കാർഡ്സ് ആർ ഇഷ്യൂഡ് ബൈ ബാങ്ക് സൂൺ ആഫ്റ്റർ ഓപ്പണിംഗ് ദ അക്കൗണ്ട്. അതായത് ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഡെബിറ്റ് കാർഡ് കിട്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഡെബിറ്റ് കാർഡ് അവർ തരുന്നതായിരിക്കും. വിത്തിൻ 1 വീക്ക്, അതും അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ അവർ നമ്മുടെ വീട്ടിലേക്ക് അത് സെൻഡ് ചെയ്യുന്നതാണ്. ഈസി വിഡ്രോവൽ ഓഫ് ക്യാഷ് ആണ്. ഡെബിറ്റ് കാർഡ് ഫെസിലിറ്റേറ്റ് ഇൻസ്റ്റൻറ്റ് വിഡ്രോവൽ ഓഫ് ക്യാഷ് ഫ്രം ATM-ൽ നിന്ന് ഏത് സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് ഡെബിറ്റ് കാർഡ് വഴി സാധിക്കുന്നു. ദിസ് ഹെൽപ്സ് ദ യൂസർ ടു അവോയ്ഡ് പേഴ്സണൽ വിസിറ്റ് ടു ദ ബാങ്ക് ഫോർ വിഡ്രോവൽ. നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും ഓരോ പ്രാവശ്യം പൈസ എടുക്കണമെങ്കിൽ നമുക്ക് ബാങ്കിൽ പോയി വിസിറ്റ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ ATM കാർഡ് ഉണ്ടെങ്കിൽ നമുക്കിപ്പം എങ്ങനെയാണ് എവിടെ വേണമെങ്കിൽ 24/7 ആണ്. അപ്പോൾ 24 മണിക്കൂർ ഒരാഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ അത് എടുക്കാവുന്നതാണ്. വിത്തിൻ ATM കാർഡ് വേണം എന്നുള്ളതാണ്. പിന്നെ ATM മെഷീനും കണ്ടീഷനിലായിരിക്കണം. കൺവീനിയൻറ്റ് ആണ്. ഇറ്റ് ഓഫേഴ്സ് എ കൺവീനിയൻറ്റ് സെറ്റിൽമെൻറ്റ് ഓഫ് പേയ്മെൻറ്റ് ഇൻ ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഷോപ്പിംഗ് ബൈ സ്വൈപ്പിംഗ് ദ കാർഡ്. ഓൺലൈൻ ഷോപ്പിങ്ങിലായാലും നമുക്ക് ആ കാർഡിൻ്റെ ഒരു പ്രത്യേക നമ്പർ ചോദിച്ചിട്ടുണ്ടായിരിക്കും. ആ 3 അക്ക നമ്പർ അടിച്ചു കൊടുക്കാം, ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാം. അല്ലെങ്കിൽ CFI നമ്പർ, അതും അല്ലെങ്കിൽ നമുക്ക് ഓഫ്ലൈനായിട്ട് ഇപ്പോൾ കടയിൽ പോയിട്ടുള്ള സ്വൈപ്പിംഗ് മെഷീനിലിട്ടിട്ടുള്ള അത്തരത്തിലുള്ള ഓഫ്ലൈനായിട്ടുള്ള പർച്ചേസിങ്ങും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ പറയുന്നത് റിസ്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പീപ്പിൾ നീഡ് ടു ക്യാരി ക്യാഷ് ആൻഡ് ചെക്ക് ബുക്ക്. കീപ്പിംഗ് ദ ഡെബിറ്റ് കാർഡ് ബാക്ക് ബൈ സഫീഷ്യൻറ്റ് മണി ഇൻ ദ അക്കൗണ്ട് ഈസ് ഇനഫ് ടു സെറ്റിൽ ദ പേയ്മെൻറ്റ്സ്. അപ്പോൾ അത്യാവശ്യത്തിനുള്ള ക്യാഷ് നമ്മുടെ ഡെബിറ്റ് കാർഡിലുണ്ടെങ്കിൽ ഈ ക്യാഷ് കയ്യിൽ കൊണ്ടു കൊടുക്കുക, ചെക്ക് കയ്യിൽ കൊണ്ടു കിടക്കുക എന്നുള്ള ആ ഒരു റിസ്ക് നമുക്ക്, അല്ലേ, മോഷണം പോയി കഴിഞ്ഞാലുള്ള റിസ്ക് നമുക്ക്, ഇപ്പോൾ ഡെബിറ്റ് കാർഡ് പോയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് നമ്മുടെ ബാങ്കിൽ വിളിച്ച് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റെസ്ട്രിക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഓപ്ഷൻസ് ഒന്നും ഈ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങളുണ്ടാവില്ല. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇനി 5th വൺ പറയുന്നത് readily accepted ആണ്. Debit cards are usually widely accepted in all places where payments are required.
അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യപ്പെടുന്ന ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഡെബിറ്റ് കാർഡ് സാധാരണഗതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. കാരണം എല്ലാ സാധാരണക്കാരുടെ കയ്യിലും നമ്മളിപ്പോൾ ഡെബിറ്റ് കാർഡാണ് ഉള്ളത്. അപ്പോൾ ആ ഡെബിറ്റ് കാർഡ് എല്ലാവർക്കും എല്ലാ മേഖലകളിലും എല്ലാ സ്ഥലങ്ങളിലും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഡെബിറ്റ് കാർഡ് കാണിച്ചാൽ അതിൽ പേയ്മെൻറ്റ് സഫിഷ്യൻറ്റ് ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താവുന്നതാണെന്നാണ് ഇതിൽ പറയുന്നത്.